ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ചിക്കൻ്റെ പെപ്പർ റോസ്റ്റുമായിട്ടാണ്. അതിന് വേണ്ട സാധനങ്ങളൊക്കെ ദാണ്ട് ഞാൻ കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, തക്കാളി. അപ്പം ദാണ്ട് ഒരു ചട്ടി അടുപ്പയിലോട്ട് വെച്ച് ചൂടാക്കി അതിലേക്ക് ഞാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തത്. സൺഫ്ലവർ ആയാലും മതി. വെളിച്ചെണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഒന്ന് മൂത്തതിന് ശേഷം നമുക്കതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് ആയാലും മതി. ഞാൻ ചതച്ചാണ് എടുത്തത്. അത് ഒന്ന് വഴണ്ടി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ ഒരു 2-3 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകിൻ്റെയും പച്ചമണം മാറുമ്പോൾ അതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള നന്നായി വഴന്ന് കിട്ടണം. അതിനുവേണ്ടി നമ്മൾ ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാള വഴന്നതിന് ശേഷം വേണം നമുക്കതിലേക്ക് വേണ്ട പൊടികൾ ചേർക്കാൻ. എന്നിട്ട് കൂട്ടത്തിൽ ഞാൻ ഇത്തിരി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാളയും ഒക്കെ നന്നായി വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട പൊടികൾ ചേർക്കാം. പെപ്പർ റോസ്റ്റാണ്, അതുകൊണ്ട് ഒരുപാട് മസാലയൊന്നും ചേർക്കുന്നില്ല. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് ഇനി 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് കുരുമുളക് ചേർത്തിട്ടുണ്ട്. കുരുമുളകിൻ്റെ പൊടിയാണ് ചേർത്തത്. ഞാൻ തന്നെ വറുത്ത് പൊടിച്ചെടുത്തതാണിപ്പം. അതുകൊണ്ട് തന്നെ നല്ല മണമുണ്ട്. കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഒരുപാടൊന്നും ചേർത്തിട്ടില്ല, ഒരു ലേശം മുളക് പൊടിയേ ചേർത്തിട്ടുള്ളൂ, ഒരു നിറം കിട്ടുന്നതിന് വേണ്ടി. ചിക്കൻ നേരത്തെ തന്നെ കഴുകി വൃത്തിയാക്കി മഞ്ഞളും ഉപ്പും കുരുമുളകും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചേർത്ത് ഞാൻ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് ഈ ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് തീ കൂട്ടിയൊന്നും വിടേണ്ട, ചെറു തീയിൽ നമുക്കത് വേവിച്ചെടുത്താൽ മതി. കുറച്ച് നേരം അടച്ചു വെച്ച് നമുക്ക് ചിക്കന് വേവിച്ചെടുക്കാം. വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് തക്കാളിയും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ചൊരു 10 മിനിറ്റ് കൂടെ ഞാൻ വീണ്ടും ആ ചെറു തീയിൽ അടച്ചു വെച്ചു. അതിൻ്റെ എണ്ണയൊക്കെ തിരിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് ഒരിക്കൽ കൂടെ കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഇത്തിരി നേരം കൂടെ അടച്ചു വയ്ക്കാം. അപ്പം നമ്മുടെ ചിക്കൻ പെപ്പർ റോസ്റ്റ് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഞാൻ ദാണ്ടെ കുറച്ച് തക്കാളിയും കറിവേപ്പിലയൊക്കെ അലങ്കാരത്തിനതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയൊക്കെ വേണം. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് കാണണമെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്താൽ ഞാൻ അത്തരത്തിലുള്ള വീഡിയോ ഇടുന്നതായിരിക്കും. താങ്ക്